ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് എന്താണ് നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക ഇനി ഉണ്ടാവുമോ, ഇനി തസ്തിക ഒഴിവുകൾ ഇനിയും വിളിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് പലർക്കും ഉണ്ട്. കാരണം ഇനി അങ്ങനെ ഒരു വേക്കൻസി നമുക്ക് ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. കാരണം എന്താണ്, നമുക്കറിയാം സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് കേരള സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം വന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്തുവാൻ പാടുള്ളൂ. അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇനി LD ടൈപ്പിസ്റ്റ് അതുപോലെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിൽ ഇനി നിയമനം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം, കരാർ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് പുതിയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഏതാണ്? കേരള വാട്ടർ അതോറിറ്റിയുടെ LD ടൈപ്പിസ്റ്റ് അല്ലേ. 2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 അതിൻ്റെ എക്സാം വന്നിരിക്കുന്നത്. അതിന് ശേഷമുള്ളത് ഇനി വരുന്ന LD ടൈപ്പിസ്റ്റ് അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് വേക്കൻസികൾക്കൊക്കെ ഇനി എങ്ങനെയായിരിക്കും, കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ബിരുദം നമുക്ക് വേണം. LD ടൈപ്പിസ്റ്റിന് ഉള്ള ഒരു കാര്യം എന്താണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് വേണം, ഒരു ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ എന്ത് ചെയ്യണം, നമ്മുടെ ലോവർ, അതായത് കണ്ടോ, ടൈപ്പ് റൈറ്റിങ്ങിൽ ലോവർ അല്ലെങ്കിൽ തത്തുല്യം നേടിയിരിക്കണം. അതുപോലെ മലയാളം ഇംഗ്ലീഷും അതിൽ ലോവർ വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് PSC പരീക്ഷയ്ക്ക് LD ടൈപ്പിസ്റ്റ് മാത്രമല്ല, നമുക്ക് എത്ര ജോലികളുണ്ട്, അതായത് ഫിസിക്കലൊന്നും ഇല്ലാത്ത പല ജോലികളുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ SBCID എന്ന് പറയുന്ന ഒരു ജോലി, ഏതാണ് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വേക്കൻസി. അതിന് നമുക്ക് ഇൻ്റർവ്യൂ പോലും ഇല്ല. പ്രിലിംസും മെയിൻസും എന്ന് പറയുന്ന 2 എക്സാം മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റ് പലതും, ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതും ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു LD ടൈപ്പിസ്റ്റിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് ഒരു ബിരുദ ലെവലിലുള്ള മറ്റ് പരീക്ഷകൾക്ക് കൂടി എന്ത് ചെയ്യണം, തയ്യാറെടുക്കണം. കാരണം എന്താണ്, എല്ലാത്തിൻ്റെയും സിലബസ് എന്താണ്, സിലബസ് സ്ട്രക്ചർ ഏകദേശം ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണ്, അതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി ഇൻക്ലൂഡഡായി വരാം. അത് മാത്രമാണ് ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബിരുദമുള്ള കാൻഡിഡേറ്റ്സിനാണ് LD ടൈപ്പിസ്റ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ലെവലുള്ള പരീക്ഷകൾക്ക് കൂടി തയ്യാറെടുക്കണം. കാരണം എന്താണ്, ഒരു 2028 കാലഘട്ടം ആകുമ്പോഴേക്കും ഈ ഒരു വേക്കൻസി എന്താവും, പൂർണ്ണമായിട്ട് നിർത്തലാക്കാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിഗ്രി ലെവൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷയിൽ മാത്രം ഒതുങ്ങാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഡിഗ്രി ലെവലിൽ ഏതൊക്കെ പരീക്ഷകൾ നമുക്ക് എഴുതാൻ പറ്റുമോ അതിനും കൂടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് പഠിക്കുക. കാരണം ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ളത് എന്താണ്, കാരണം ഇത് ഇപ്പം നമ്മളോട് പറഞ്ഞു എന്താണ്, കരാർ അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം എല്ലാം എന്താണ്, നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനായി. അതുകൊണ്ട് തന്നെ ഫയൽസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരാൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താണ്, നമുക്ക് ഡാറ്റാസ് സിസ്റ്റം ത്രൂ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യാൻ റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫയൽ ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് പോലും എന്ത് ചെയ്യേണ്ട, എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേക്കൻസികൾ, അതായത് ഇവർ എന്താണ് പറയുന്നത്, അനാവശ്യമായ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ പല തസ്തികകളും എന്താക്കുന്നത്, ഒഴിവാക്കി എന്ത് ചെയ്യുന്നത്, നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, ചെലവുകൾ വെറുതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പല തസ്തികകളും പല രീതിയിലുള്ള മാറ്റങ്ങളും ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനൊത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതും, അതായത് നമുക്ക് എന്താ, ഇതിനും നല്ല ജോബുകൾ വേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിലേക്ക് എന്ത് ചെയ്യുക, ജോബ് സ്വിച്ച് ചെയ്യുക. അതിനു വേണ്ടി കൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രയത്നിക്കുക. എന്തായാലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു സമയം നീക്കി വെക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് എഫേർട്ട് എടുത്ത് നമ്മളത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് ജോബ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളെ കൂടെ മിൻറ്റും ഉണ്ട്. ഇപ്പം നമുക്ക് SBCIയുടെ എക്സാം വരുന്നുണ്ട്, അതുപോലെ പല ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ തയ്യാറെടുക്കുക. മിൻറ്റ് ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം മിൻറ്റ് ഫോളോ ചെയ്യുക.
നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.